ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. പുഷ്പേട്ട, ഞാൻ നിങ്ങളോട് പിണക്കാട്ടോ. നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഫയർ. നിങ്ങളോട് ഞാൻ ഒരു ഐസ്ക്രീം മേടിച്ചു തരാൻ വേണ്ടി കുറെ നേരമായി. രണ്ട് മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. തനിക്ക് ഫുഡ് വാങ്ങിച്ചാൽ താൻ ആരാ? എന്റെ അപ്പനാ. ആകെ ഒരു 100 ചില്ലറുണ്ട്. പുഷ്പാന ഫയർ എൽഇഡി സ്കീഡ് ഐസ്ക്രീമാണ്. പുഷ്പേട്ട, ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ? നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. പുഷ്പേട്ട, തപ്പുന്നില്ലല്ലേ? അതും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു പുഷ്പേട്ട. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പുഷ്പാന ഫയർ എൽഇഡി. എന്തേനു എന്റെ ഡയലോഗ് താൻ പറഞ്ഞ തന്റെ ഡയലോഗ് പറയാൻ പിന്നെ താൻ ഉണ്ടാവില്ല കേട്ടാ. ഫയർ എവിടെയാ? പുറത്താ. അവന്റെ പേരാ റോക്കി. പുഷ്പാന സ്കീ ടൈം. ഇനി ഫയർ വേണ്ട, നമുക്ക് സ്കീ മതി. യെസ്, സ്കീ ടൈം. പുഷ്പ ആ കാറ്റടിക്കുന്നില്ലേ ഒരു വാറ്റ് കേന്ദ്രമുണ്ട്. അവിടെ കാട്ടുതീ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ധൈര്യത്തിന് ബെസ്റ്റാ. क्या चाहिए तुझे? आइसक्रीम. അതങ്ങ് ബോംബെയില്, ഇവിടെ വേണ്ട. Which brand? Any brand. ചങ്കുപാടി പോകുമ്പോണ്ടാരേ. ശശിയെ ഈ എന്നാണ് ഈ പറയുന്നത്? അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡ് അല്ല നീ കഴിക്കേണ്ടത്. നീ കഴിക്കേണ്ട ബ്രാൻഡ് സൽസയാണ്. സൽസ സൽസ ഐസ്ക്രീം. 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 I like ice cream, but ice cream. Ski. Ski likes me and I like ski. You got me? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? Yes, I will do. എനിക്കത് പഠിക്കേണ്ടി വന്നു. Salam ski ice cream. Ho 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 ho. Salam ski ice cream. Ho 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 ho. Ski. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നിനക്കെന്താടാ വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. കൊട്ടാരം മൊത്തം കത്തിക്കും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ചിലരുണ്ട്. ഒന്നും കത്താൻ പോകുന്നില്ല. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. വെൽക്കം ടു സ്കീ ലാൻഡ്. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്? ഈ ഫ്ലേവർ, ഓരോരോ ഫ്ലേവറും കഴിക്കുന്ന ഓരോ ആൾക്കാർക്കും ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കിലിയുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഈ സ്ത്രീയുടെ തലക്കന്ന് താറാറില്ലല്ലേ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. മണ്ണെണ്ണ കൊടുക്കുക. വെള്ളം തൊട്ട് കൊടുത്താലും പോകും. ഐസ്ക്രീം എങ്ങനെയുണ്ട്? നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? തിന്നാ തൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. ഈ ഐസ്ക്രീം നല്ലതാർക്ക് സർ. ഓ എന്ത് ഭഗവതി, ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാ. നിന്നെ ഒന്നും പിരിച്ചുവിടാൻ പറ്റാത്തോണ്ട് എന്നെ കുത്തുവാൾ അടുപ്പിക്കാനുള്ള വിചാരം. പണിയെടുപ്പിച്ച് ഇതിന്റെ മുതലും പലിശയും ഈടാക്കി നിന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസറോട് വിടും. രാവിലെ 8 മണി. ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു. നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി. ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കിൽ? സന്ധ്യാവും ആശാന്റെ കസ്റ്റഡി തന്നെയുള്ള പെണ്ണല്ലേ? നല്ല ബെസ്റ്റ് പെണ്ണാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. നോറ മസ്കാര ഇൻസ്റ്റാഗ്രാമിൽ കയറുന്ന വിളയാടുന്ന നോറയല്ല നിങ്ങൾ കണ്ട. ബിഗ് ബോസിൽ കയറുന്ന അഴിഞ്ഞാടുന്ന നോറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഴിഞ്ഞാടുന്നെങ്കിൽ നോറ കണ്ടിട്ടുണ്ടോ? ഇവനെ നിനക്കറിയോ? അവനാണ് നീ. ഞാനാ?
ഇവൻ കോയും ഞാൻ കോയ ഇപ്പൊ രണ്ടു കോയേ എന്തുവാടേ ഇത്? എന്റെ മോനാളി ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. എടാ പോടാ, എടാ പോവാൻ. നോറ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അറിയാം നോറ എന്തുകൊണ്ട് നിൽക്കുന്നു, നോറ എന്തുകൊണ്ട് കരയുന്നു. മൈൻഡ് ഗെയിം കണ്ടില്ലേ? ഇത് മോർഫില്ല. സിനിമ കണ്ടാലേ മോനാളിക്ക് മനസ്സിലാവും. ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. എല്ലാം ഓർമ്മയുണ്ട്. നമുക്ക് എന്താ ചെയ്യണ്ടേ? നിങ്ങളൊക്കെ മൊയിന്താണ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? അർജുനെ നീ കേക്ക്. ഇവിടെ ഡേ 1 യമുന ചേച്ചി ചായയിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. ഡേ 2 ചേട്ടൻ സിഗരറ്റ് വലിച്ചു. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നിടാ. എനിക്ക് தெரியும் ഇവനിത് ഓവറാക്കും ഡേ 4 സിജു ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയായിരുന്നു. അതിന്റെ മഞ്ഞക്കുരി പൊട്ടിയെന്നും പറഞ്ഞു സിജു എന്റെ മേലെ കയറുന്നു. എനിക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പാത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു. ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാണിച്ചു. സിജു ചേട്ടാ, നോറ ഈസ് ബ്രില്യന്റ്, നോറ ഈസ് ടാലന്റഡ്. അത് ജനങ്ങൾക്ക് അറിയാം. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് വലിയ ഇല്ലാത്തത് കൈന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഈ കരയുമ്പോ കണ്ണീർ പൊഴിയത്തില്ലയോ? ഈ ചൂടുള്ള കാപ്പിയെ മോതോണ്ടല്ലോ. ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവില്ല. സിജോ ഇവിടെ തീപ്പൊരിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സിജോയ്ക്ക് അറിയാം. പട്ടിഷോ മാത്രമേ ഉള്ളൂ. എന്താ പട്ടിഷോ? ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? മോനെ നോറ കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക. സംഭാവന ഈ വീട്ടിൽ കൊണ്ടുവന്നത് ശുക്രിയ. എന്റെ നമ്പറിൽ എനിക്കുള്ളത് മേടിച്ചിട്ടില്ല. സ്വന്തം പേര് അറിയാൻ വയ്യാത്ത അഭിഷേക് ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്? ബിഗ് ബോസ് എന്നെ എല്ലാരും ഒറ്റപ്പെടുത്ത ബിഗ് ബോസ്. നാട് ഓടുമ്പോ നടുവേ ഓടുന്നൊരു പഴഞ്ചൊല്ലില്ലേ? അല്ലെങ്കിൽ സാർ ഓടേണ്ടി വരും കേട്ടോ. നിങ്ങളൊരു മികച്ച മത്സരാർത്ഥിയാണ്, അതറിയാം. പോട്ടെ, മോള് കരയണ്ട. ഇവന്മാര് രണ്ട് നാടകത്തിൽ പുതിയതല്ലേ, അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉശിരും ചൂടും ഒക്കെ. നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും അങ്ങനെ ബിഗ് ബോസ് പറയുന്നു, ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നു. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ബിഗ് ബോസ്. അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. നോറ സുന്ദരിയല്ലേ? ശരിക്കും എന്താണ് പ്രശ്നം? ഇവിടെ ഡേ 3 യമുന ചേച്ചി ചായ ഉണ്ടാക്കിയായിരുന്നു. അതാ നിന്റെ വിഷമം. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോയി ലിപ്സ്റ്റിക് ഇട്ട് ആത്മവിശ്വാസം കൂട്ടു. താങ്ക് യു ബിഗ് ബോസ്. നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ്. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സുന്ദരനാണ്. ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. ബിഗ് ബോസ് എന്നെ വിളിച്ചല്ലോ. നോറ ഇവിടെ നിന്ന് ഇറങ്ങുന്നു, IPS ആവുന്നു, IAS ആവുന്നു, IFS ആവുന്നു. 3 ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. ഇന്ത്യ കാണും, ഇന്ത്യ എന്ന മഹാരാജ്യം കാണും. ഒരുമിച്ചാവാൻ പറ്റുമോ? യെസ്. നീ കേറ്റി വെക്കല കറക്റ്റ് പറ. സിജോ എന്റെ ദേഹത്തിൽ നിങ്ങൾ തട്ടിയത്, എന്റെ ദേഹത്തിൽ നിങ്ങൾ തട്ടിയത് പറ്റില്ല. ഞാനല്ല. അവള് വരുന്നുണ്ടടാ, ഭ്രാന്തളയ വിത്ത് കളയ പോലെ. കൈ വിട്ടു പോയിട്ടോ. സ്പീഡ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. പോ അല്പം അവിടെ പോയി ബാത്റൂമിൽ. നോറ പോയി. ഇനിയെങ്കിലും കരച്ചിൽ നിർത്ത്. കണ്ടിട്ട് സൈക്കിളില്ല. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്ത അറിയുമോ? ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് കൂട്
ഇതുവരെ ചിരിതീടില്ല. ബിഗ് ബോസ് ഈ ടിഷ്യൂ വെച്ചേക്കുന്ന ആർക്കെന്നറിയോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവില് നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ക്യാമറ എവിടെ ഉണ്ട്? അവിടെ നോറുണ്ട്. അവിടെ ക്യാമറ ഉണ്ട്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇവനാളൊരു സകല കളകല എന്തോടാ വല്ലഭൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കടത്തായിട്ട് വരും. ഞാൻ സാധാരണക്കാരൻ, ഞാൻ പോലെ ഇത്രയും ആളുകൾ ഓടി വരാറില്ല. ഈച്ച വല്ല കൊതുക വരാറ്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഈ മുടിയുണ്ടോ? നിനക്ക് പൊഴിഞ്ഞെങ്ങനെയോ? സ്ട്രെസ്. ആക്ച്വലി എനിക്ക് കോഴിക്കോട് കൊളാബ് കിട്ടിയായിരുന്നു. കൊളായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്ന് തന്നെയല്ലേ, ഒന്ന് വെറുതെ ഇടോ. ഒന്നും പറയാനില്ല, എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും ബേസ്. അങ്ങനെ പറ. വൈകിട്ട് 4:40. എന്താ പ്രശ്നം? അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും. കാണാൻ വരുന്ന അമ്പട കേമാ സണ്ണി കുട്ട. അതുകൊണ്ടിട്ട് എന്താ ശരിക്കണേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. எங்க ஊர்ல கல்யாணத்துக்கு முன்னாடி இந்த மாதிரி எல்லாம் வரமாட்டாங்க. அது உங்க ஊர்ல மட்டும் இல்ல, இங்க கேரளால அப்படி தரங்க வாடி. எதுக்கு மாமா அந்த நைட்ல கூப்பிட்ட? இப்பதான் லவ் வந்துச்சா? സാറ് കണ്ടടാ, നിന്നെപ്പില്ലാണ്ടായെങ്കിൽ എനിക്ക് നാണാവുക. ലജ്ജാവത. ഫ്ലാഷ് ബാക്ക്. നൈറ്റ് ടോക്ക് അത് വേണ്ട. ലൈറ്റ് ഓഫ് ആയാൽ കിടന്നുറങ്ങും. പക്ഷെ ഒന്ന്, ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. സാറിന്റെ അമ്മയ്ക്ക് കുഴപ്പം വല്ലോ. അല്ല, ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. ഞാന് 24/7 കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉറക്കം അങ്ങനെയൊക്കെ വരും. പക്ഷെ നീ ലൈറ്റ് ഓഫ് ആക്കി നിനക്ക് ഉറങ്ങാലോ. അയ്യോ ഞാനില്ല, എനിക്ക് രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്ന് ഉറങ്ങാനുള്ളതാ. എന്തിനാ? അല്ല, രാവിലെ എനിക്ക് ചായ കുടിക്കാൻ പോകേണ്ടതല്ലേ. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ പോരെ? അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇല്ല ഇല്ല ഇല്ല, ലൈറ്റ് വന്നിട്ട് ആ ഓഫ് ആക്കിയാ നിനക്ക് ഉറങ്ങാം. അപ്പൊ രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്ക, കളിക്ക, എല്ലാം ചെയ്യാം. അവന്റെ തെറ്റായ തീരുമാനങ്ങൾ ഞാനാണ് തിരുത്താറുള്ളത്. എന്റെ വാക്കവൻ തട്ടില്ല. കാരണം കരിങ്കല്ല് പോലത്തെ വാക്കാ എന്റേത്. ഇവിടെ വെച്ച് കുട്ടി കണ്ടപ്പോഴാണ്. അതുകൊണ്ട് നീ അത് കെയർഫുൾ ആയിരുന്നോ ഞാൻ പറയുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊക്കെ ഒരു ഇതിന്റെ ഒരു ഭാഗമാണ്. എന്റെ കാലം അന്ന് തരിച്ചു വന്നതാ ഒറ്റ ചവിട്ട് വിട്ടാൻ. വൃത്തികെട്ട തള്ള. Many unbearable hours later. റൊമാൻറ്റിക് വരണ്ടടാ. എന്റെ പെണ്ണെ ഇപ്പൊ എനിക്ക് കാണണോ? നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ആശ്വാസമായി. ഇവൻ ആള് കൊള്ളാലോ. ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. ഞാൻ ഉറങ്ങില്ല ഉറങ്ങില്ല ഉറങ്ങില്ല. ഉറങ്ങാതെടാ ഉറങ്ങാതെടാ ഉറങ്ങാതെ ഉറങ്ങാതെ. ഈ കാര്യത്തിൽ എന്റെ മനസ്സലി. ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ അല്ലടാ ആണ്. എന്റെ കാര്യം ഒന്നും ഞാൻ വേറെ ആളോട് ചോദിക്കണേ? അല്ലടാ. ശരി, നീ ഉറങ്ങിയില്ലേ? ഉറങ്ങിയ ഈ രംഗം കാണാൻ പറ്റുമോ? ഞാൻ ഇവളോടൊരു കുടുംബ പ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. ഈ പാതിരാത്രിക്കോ? പകല് പറഞ്ഞൂടായിരുന്നോ? രാത്രി തോന്നിയ കാര്യം രാത്രിയല്ലേ പറയാൻ പറ്റൂ.
ഒന്ന് പോന്നേ. ഇതിന് പ്രണയചേഷ്ടകൾ എന്ന് പറയും. ചൂടാവരുത് സാർ, ഞങ്ങൾ റിയൽ ഫ്രണ്ട്സാ. ഓ ഫ്രണ്ട്ഷിപ്പ്. ഈ നിറമെന്ന ചിത്രത്തിലേതുപോലെ ഒരു ചിക് 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 ചിറകിൽ മനവില്ല് കുലക്കും മനസ്സേ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു. നിങ്ങൾക്ക് 5 കുട്ടികളുണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു. ടിൻഡു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിൻഡു മോൻ. നഴ്സറി പഠിക്കുമ്പോൾ ഷുഗർ വന്ന് മരിച്ചു. ഏത് സ്കൂളില്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ നടത്തറ. ഞാൻ ഉറങ്ങില്ല മക്കളെ, ചത്താലും കണ്ണു തുറന്നു തന്നെ ചാവും. ഞാൻ ഉറങ്ങൊന്നുമില്ല. ഉറങ്ങില്ല. പോയി കിടന്ന് ഉറങ്ങു വേണ്ടേ. വൈകിട്ട് 4:40. കിരീടവും ആടയാഭരണങ്ങളും അണിഞ്ഞ ഒരു രാജാവിനെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. ഭാഗ്യം. തിരുമനസേ അനുഗ്രഹിച്ചാലും അപ്പിയൊക്കെ സൂങ്ങളൊക്കെ തന്നെ അല്ലേ? അയ്യേ, ഇങ്ങനൊരു ഭാഷ ഒരു രാജാവും പറഞ്ഞു കേട്ടിട്ടില്ല. നീയാ ഓരോ പെൺകുട്ടികളോട് വിളിച്ചോളൂ. വരണ്ടടാ. ആര് റൊമാൻറ്റിക് വരണ്ടടാ. മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല, എന്നെ ഇട്ടൊന്നുമില്ല. Your good name, my name is Missouri, Mississippi, Uttaragiri, Mountford, Mountbatten, Hudson, Onassis, John Keats Flavor. നല്ല പേര്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ശിവകാമി വരാൻ നേരമായി. നമസ്കാരം. നമസ്കാരം രാജ്ഞി. അപ്പൊ നമുക്ക് 5 റൂളില് ആദ്യത്തെ റൂള്, ഞാൻ എന്ത് പറയുന്നു അതേ ഇനി ഇവിടെ നടക്കുള്ളൂ. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നില്ലെങ്കിലേ ആ പെണ്ണ് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു നെത്തോലിയം കെട്ടി ജീവിക്കേണ്ടതല്ലേ? ഞാൻ പറയുന്നതിനെ എതിർത്തുകൊണ്ട് തമാശയ്ക്കോ സീരിയസ് ആയിട്ടോ ഇവിടെ ഒരു ശബ്ദവും വേണ്ട. പ്രത്യേകിച്ച് ആക്ഷൻസോ ഗോഷ്ഠികളോ ചിരിയോ കളിയോ ഒന്നും വേണ്ട. ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. എന്തൊരു ശബ്ദം. ഞാൻ കോട്ടവായിട്ടതാ. എന്താ ഞാൻ തുമ്മിതാ. പോടാ. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? ഞാൻ നോക്കിക്കോളാം. ഇവിടെ ആരാ ഇപ്പൊ ശബ്ദം ഉണ്ടാക്കി ചിരിച്ചേ? ഈ തമ്പുരാട്ടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാ എന്നെ പോലും യുദ്ധത്തിന് കിട്ടൂലട്ടാ. ഇന്ന് കാണിച്ച അഭിനയത്തിന്റെ പകുതിയാണ് 6ാമത്തെ ബ്രാൻഡല്ലേ കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാനെ. ഇവിടെ ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അരങ്ങാൻ പറ്റില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ പറയുന്നത് രാജി അല്ലല്ല, അനങ്ങാൻ പറ്റത്തില്ല. അനങ്ങാൻ പറ്റില്ല. ഈ സാധനം പോയി രാജപത്യം സംസാരമില്ല. മതി ചിരിച്ചത്. ചിരിച്ചിട്ടാവാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ഇപ്പൊ ആരാടോ താൻ? ഞാൻ മഹാനായ അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തിക്ക് അങ്ങാടിയിൽ എന്ത് കാര്യം? പച്ചക്കറി വാങ്ങാൻ. ദൈവമേ, ഏതൊരു പ്രേതം അവന്റെ ദേഹത്ത് കൂടിയത്. എല്ലാവരും ബോട്ടിൽ കയ്യിലുണ്ടാവണം. കയ്യിലുണ്ടാവും. ഞാൻ പറയുമ്പോൾ എല്ലാവരും വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫുൾ ബോട്ടിലിൽ പകുതി ബോട്ടിൽ വെള്ളം കുടിക്കണം. ഇന്നത്തെ പരിപാടി എന്തറിയോ? കുറച്ച് വെള്ളം കൂടി മത്സരം നടത്താൻ വേണ്ടി പോകണം. അപ്പൊ ഇതിൽ ഇതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വെള്ളങ്ങളാണ്ടാ. ഇത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വെള്ളമാണ്. രാജ്യം ഭരിക്കാൻ നല്ല കഴിവുള്ള ആൾക്കാർ നമ്മൾ 5 ടാസ്ക് തന്നിട്ട് ആ ടാസ്കിൽ വിജയിക്കുന്ന ആരാന്ന് വെച്ചാൽ അത് പുതിയ രാജാവ്. നാളെയുടെ ഏറ്റവും നല്ല വെള്ളമടിക്കാരനെ കണ്ടുപിടിക്കാനുള്ള കായിക മത്സരത്തിൽ ഭേദമില്ലാതെ നടക്കുന്ന ഈ മത്സരത്തിലേക്ക് നിങ്ങൾ മനസ്സ് തുറന്നത് കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി മക്കളെ? ഇതാണ് ഞങ്ങളുടെ സ്നേഹം. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അയ്യോ, കോൺസ്റ്റബിൾ തള്ളിക്കോളൂ.
കേട്ടറിവിനേക്കാൾ വലുതാണ് ജിമ്മി മൈക്കിൾ എന്ന സത്യം. എടഞ്ഞാൽ SSR നരസിംഹമാണ്. രാജാവിന്റെ പഴയ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കണു. ഫ്ലാഷ് ബാക്ക്. വലി 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 വലി. ബാഹുബലി ബാഹുബലി. ഇവനാളൊരു സകല ഘടകോടാത് വല്ലവൻ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. രാജാവ് ഭയങ്കര കോഴിയായിരുന്നു, കോഴിപ്രിയനായിരുന്നു. ചിക്കനൊക്കെ ആടിച്ച് കീചം കൊടുക്കുക. നേരം വെളുക്കുന്നതിന് മുമ്പ് കൂവിയ കൊന്നുകളയും പന്നി. ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തെ മരത്തിൽ നിന്ന് ചാടി അടുത്ത മരത്തിൽ കയറിയത് കൊരങ്ങനായിരുന്നു രാജാവ്. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും 3 വെടിയും കഴിഞ്ഞ് ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കും. രാജാവ് ഒറ്റയ്ക്ക് ഒരു കുതിരയുടെ മേളിൽ കയറി കയറി എവിടെ കൊടിമരവും പടയാളികളും കുതിരകളും? കുതിരയെ തൊഴുത്തിലൊരു എരുമ നിപ്പുണ്ട്, വിളിക്കട്ടെ. മലബാർ ഒരു സ്വപ്നമായിരുന്നു. എല്ലാ അനുഗ്രഹവും. ഉറക്കം തെളിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി മൂത്ര വെച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ബെഡിലല്ലാട്ടോ. എന്നും പാമ്പും വേതാളവും ഷാക്കിയിലെയും ഒക്കെയാ. ഇന്നാ നല്ലൊരു സ്വപ്നം കണ്ടത്. ഉച്ചയ്ക്ക് 1:45. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ സംഭവം കണ്ടത്. പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ട്രയോ. ഒരേ സമയം സാഹോദര്യവും സൗഹൃദവും നിറഞ്ഞു നിന്ന ബാംഗ്ലൂർ ഡേയ്സിലെ കസിൻസ് ഗ്രൂപ്പ്. ബാംഗ്ലൂർ ഡേയ്സിൽ മാത്രമല്ല, ബിഗ് ബോസ് വീട്ടിലുമുണ്ട് ഏതാണ്ട് ഇങ്ങനെ ഒരു ട്രയോ. ഒരു അപരാധം ആണ് ഇവിടെ പണി വെച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ചേർത്തി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഇവരാണ് ബിഗ് ബോസ് വീട്ടിലെ ഈ ബാംഗ്ലൂർ ഡേയ്സ് കോംബോ. പക്ഷെ ബാംഗ്ലൂർ ഡേയ്സിലേതുപോലെ ഹിറ്റാവാനല്ല ഈ കോംബോയുടെ വിധി എന്ന് മാത്രം. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. അനിയത്തിപ്രാവിന് സോറി, പാട്ട് മാറിപ്പോയി. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കളിക്കും. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എവിടം വരെയൊക്കെ കയറി ചിന്തിച്ചത്? സാർ, ഞാൻ കാല് പിടിക്കാം. ഒരബദ്ധം പറ്റാത്ത ആരും. വെണ്ണീല കൊമ്പിലെ അതും മാറിപ്പോയി, സോറി. ഇറാഖില് മിസൈൽ വീണ പോലെ ആയല്ലോ. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിലെ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. നന്ദനയോട് തങ്ങൾ കാണിക്കുന്ന ഈ വാത്സല്യവും നന്മയും ഒക്കെ പുറത്തെല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എന്നും അതിവർക്കുള്ള പിന്തുണ കൂട്ടുമെന്നും ഒക്കെ മൂവരും പ്രതീക്ഷിക്കുന്നു ഉണ്ടാകാം. എന്നാൽ പ്രേക്ഷകർക്കിടയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നത് ഇവരുടെ ഈ കോംബോ ആണ് എന്നതാണ് വാസ്തവം. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ? സത്യമായ കാര്യമല്ല, സന്ധ്യ സന്ധ്യ. സാമാന്യം നന്നായി ഗെയിം കളിച്ചിരുന്ന സിജോയുടെ ഗ്രാഫിൽ പോലും ഈ തങ്കച്ചി പാസവും ബാംഗ്ലൂർ ഡേയ്സ് കോംബോയും വലിയ നെഗറ്റീവ് ഉണ്ടാക്കി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി എഗെയിൻ ആവർത്തിക്കുകയാണ്. തീപ്പൊരിയായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കാട്ടുതീയായിട്ടാണ്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇൻഡിവിജ്വലായി ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പിന്തുണ നേടാനാകുമായിരുന്ന 3 മത്സരാർത്ഥികളാണ് ഈ ഒരൊറ്റ ഗ്രൂപ്പുകളി കാരണം വളരെ നെഗറ്റീവായി മാറിയത് എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കളക്കിയത്. നമ്മുടെ പെങ്ങളൂട്ടി പാസം. അതങ്ങനെ സംഭവിച്ചു പോയി. ഇനി നീ പറ, എന്ത് സമാധാനം ഞങ്ങൾ ചെയ്യേണ്ടത്? അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. നീ പറഞ്ഞാൽ അതും ചെയ്യും. ഇനിയെങ്കിലും കരച്ചിലും നിർത്തും. കണ്ടിട്ട് സൈക്കിളില്ല. ഓരോ ഗെയിമുകളിലും ഇവർ നന്ദനയെ ജയിക്കാൻ സഹായിക്കണമെന്ന വാശിയും നന്ദനയ്ക്കുണ്ട്. ഇനി അഥവാ അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ ചേട്ടന്മാരോട് പിണങ്ങുന്ന സ്വഭാവവും നന്ദനയ്ക്കുണ്ട്. പിന്നെ കരച്ചിലായി, ബഹളമായി, സമാധാനിപ്പിക്കലായി, ആകെ മൊത്തം ബിഗ് ബോസ് വിട് അനിയത്തിപ്രാവ് സിനിമ പോലെയുമായി. ഒന്നുമില്ല കുട്ടിച്ചായ. ഈ കൊച്ചിച്ചാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ
ആരും ഒന്നും ചെയ്തില്ല. പിന്നെന്താ മോൾ ഇങ്ങനെ? ഒന്നുമില്ല കുട്ടിച്ചായ. നീ ഈ വീട്ടിലെ വിളക്കാണ് മോളെ. പെങ്ങളൂട്ടിക്ക് കപ്പല്ല, പെങ്ങളൂട്ടിക്ക് ഒരു വീട് പദ്ധതി, അല്ലെങ്കിൽ പെങ്ങളൂട്ടിക്ക് ഒരു വീട് പദ്ധതി ഇല്ലെങ്കിൽ പെങ്ങളൂട്ടിക്ക് ഒരു പോയിന്റ്. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മലങ്കൾട്ടായിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള തങ്കച്ചി പാസം. എനിക്ക് സ്വയം തോന്നിയ കാര്യം എന്താണ് ഞാൻ ഇങ്ങനെ കൂളായിട്ട് പറയണത്. നല്ല 5 പൈസക്കില്ലാത്ത ഒരു കോംബോ പോയി സത്യം പറഞ്ഞാല്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. എനിക്ക് ക്രിഞ്ചടിച്ച സാധനം തന്നെയാണ്. ഭയങ്കര സ്നേഹിച്ച കൊല്ലാണ് പാവം. ഇത് ഞങ്ങളുടെ പെങ്ങളാ ദേവൂട്ടി. നിങ്ങളിൽ ആരുടെ പെങ്ങളാ? ഞങ്ങളുടെ രണ്ടുപേരുടെയും പെങ്ങളാ. അത് കൊള്ളാം. അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നാളെ അഥവാ നന്ദൻ ഔട്ടായി കഴിഞ്ഞാലേ സിജോനും സായിക്കതും മനസ്സിലാവുള്ളൂ. അതായത് ഈ ഒരു കോംബോ വെറും ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളത്. അതെനിക്ക് കാണുന്നത് നല്ല ആഗ്രഹമുണ്ട്. ഇനി മേല നീ ഇപ്പൊ പറഞ്ഞ പോലെ എന്നോട് പറയരുത്. പറഞ്ഞ ഞാൻ ചത്തുകളയും. നന്ദന യെസ് ബിഗ് ബോസ്. എല്ലാവരോടും യാത്ര പറഞ്ഞു പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരും. പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയില്ലേ? നിനക്ക് ഞാനില്ല, വിഷമിക്കല്ല നീ. നിങ്ങളിങ്ങോട്ട് നോക്ക് മനുഷ്യ. അവളിനി ഏട്ടന്റെ കളിക്കുട്ടിയായ അനിയത്തിയല്ല അല്ലടോ. എന്തായി പറയുന്നത്? ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളിൽ തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. നിങ്ങൾ രണ്ടാളും കരഞ്ഞ് സീനാക്കല്ലേ? കാഴ്ച കാണാൻ നിൽക്കാതെ വരുന്നുണ്ടോ താൻ? ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമരമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. കൂൾ ഡൗൺ സർ, കൂൾ ഡൗൺ. എല്ലാത്തിനും ഞാനില്ലേ? പണ്ടാറം കഴുത്തിന്റെ ഇടയില് കൈ കുടുങ്ങി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഞാൻ വെക്കട്ടെ? ഇത്രയും വെച്ചത് പോരാ, ഇനിയും വെക്കണോ? ഈശ്വര, അപ്പൊ അടി ഉറപ്പായി. ഓപ്പണിംഗും ക്ലോസിംഗ് ഇന്ന് തന്നെ ആവും മുതലാളി. രാവിലെ 8 മണി. ഐസ്ക്രീം മാറി പോടാ. നിർത്തിക്കോ. ബോംബ് നിർത്ത്. ബോംബ് ബോംബ് ബോംബ്. ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ്. എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? ടണല് ഞങ്ങൾ എറിഞ്ഞ ഒരു ബോംബ് എന്റെ കണ്ണിൽ തട്ടി. ഞാൻ പറയട്ടെ, എന്റെ കണ്ണിൽ തട്ടി ബാക്കിലേക്ക് പോയി. കാണിച്ചു തരാം. വാ കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. എങ്ങനെ മഞ്ഞപ്പൊടി എറിയും? റെഡ് പൊടി എറിയുന്നവരെങ്ങനെ മഞ്ഞപ്പൊടി എറിഞ്ഞ് എന്റെ മേത്തേക്ക് പൊളിക്കും? അഭിഷേക് എറിഞ്ഞത് എന്റെ കണ്ണിൽ. അങ്ങോട്ട് പോണേ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ? എടാ, നിന്റെ കയ്യിൽ വന്നതിന് ശേഷമാണല്ലോ അത് ഒളിപ്പിച്ചു വെക്കുക. ഒളിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. അങ്ങടാ ഞാൻ പറഞ്ഞില്ല. എന്റെ മോനല്ല. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കാണൂലല്ലോ. നിർത്തിക്കോ. നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോ നീ അത് കേൾക്കണ്ടോ? കേൾക്കാതെ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? വേണ്ട, നിർത്തി. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. റേഡിയാണോ ടി വി ആണോ എന്നുള്ള വഴിയെ മനസ്സിലാവും. തല്ല് പിടിക്കണമെങ്കിൽ നിർത്തിക്കോ. ഞാൻ സത്യമായിട്ട് പറയണോ? എന്റെ കയ്യിൽ നിന്ന് പോണെങ്കിൽ നിർത്തിക്കോ. ഞാൻ എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാൻ. അല്ല, നിർത്തി. അയ്യോ, വലിയ കാര്യമായി പോയി. ആ ശിവചേട്ടനോട് നമ്മൾ രണ്ടാളും ഒരു വേവ് ലെങ്ത് ആന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി സ്വഭാവം കാണിക്കരുത്. ഹലോ, എന്തായാലും കൂടെ നിന്നിട്ട് നിന്നെ പോലെ കുതികാല് വെട്ടിയില്ല. അക്ബർ ചക്രവർത്തിയെ ഇൻസൾട്ട് എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇന്നുണ്ടായിരുന്നു, ഇനിയില്ല. ചെറുനാരങ്ങ ഉണ്ടാ ഇവിടെ? ഉണ്ടെങ്കിലേ ഒരെണ്ണെടുത്ത് നിന്റെ വായയിൽ കുത്തിത്തിരികി കമന്നടിച്ച് അവിടെ പണ്ടാളൊക്കെ കിടക്കും. മാസാണെന്നാണോ നീ വിചാരിക്കുന്നേ?
യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. എടാ 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചെന്നെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ? നിർത്ത്, ഇനി കൃഷി നിർത്ത്. അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, മാറിപ്പോക്കോ. ഞാൻ ജാസ്മിൻ, ഞാൻ സീരിയസ് ആയിട്ട് പറയണത്, ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് വെറുതെ ഭയങ്കര മോശം രീതിയിലേക്ക് പോണ്ട. പൊക്കോ എന്റെ അടുത്തുനിന്ന്. മുൻകോപക്കാരെ എനിക്ക് ഇഷ്ടമാ, അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. വിട്ടോ, എന്നെ ഇപ്പൊ വെറുതെ വിട്ടോ. ആണ് വായിട്ട് അലിക്കുന്നതാണ്, ഒരു സൈഡിൽ ഇരുന്നോളാം. ചെല്ല്. അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ഭക്ഷണം വേണ്ട. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ട. കുറച്ച് ചോറിട്ടെ? വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്? വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചു. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? എനിക്ക് വേണ്ട. ഒരു നേരം ഉണ്ടല്ലോ, ഞാൻ ചത്തൊന്നും പോകല്ലോ. 1 hour later. അയ്യോ, എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോട്ടെ. അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. ഉച്ചയ്ക്ക് 1:45. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. എന്റെ ദൈവമേ, ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല, പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ പറ. രാവിലെ 8 മണി. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഒന്നിടന്ന് നോക്കണ ചാട, ചുറ്റുമെന്ന് സൂയ വലിയവർക്ക് പോലും നിന്ന് ദുഃഖമാ നടപ്പ് ചാട, ചിരി ചിരിക്ക് ചാട. തന്റെയൊക്കെ വിചാരം എന്താണ്? പാബ്ലോ എസ്കോബാറിലായിരുന്നോ ഇത്ര ചാട? നാട്ടുകാരും ചന്ദ്രസേനെ പിന്നെയും സഹിക്കാം, നിന്റെ തള്ള സഹിക്കാനാ പാട്. എന്റെ കല്യാണത്തോട് അമ്മ പേര് നിർത്തും. പേരല്ല, പോര്. ഐസായിട്ടങ്ങ് ഒഴിവാക്കിക്കളന്നല്ലേ. എത്ര ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളാണെങ്കിലും ഇതൊന്നും ആർക്കും സഹിക്കാൻ പറ്റില്ല. എനിക്കാണ് സഹിക്കാനേ പറ്റില്ല. നീ ബേജാറാവണ്ട, നാളെ നമുക്കെല്ലാം പറഞ്ഞു നേരെയാക്കാം. നൈറ്റ് ടോക്ക് വേണ്ട, അത് വേണ്ട. ലൈറ്റ് ഓഫ് ആയാൽ കിടന്നുറങ്ങും. അതരയാണെങ്കിൽ ഇത് മുക്കാല്, രണ്ടിനെ സഹിക്കേണ്ടത് ഞാനും. എന്തോന്ന്? ഒന്നുമില്ല, നല്ല അസല് സ്വഭാവം എന്ന് പറയായിരുന്നു. അതുകൊണ്ട് നീ അത് കെയർഫുൾ ആയിരുന്നോ ഞാൻ പറയുന്നുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊക്കെ ഒരു ഇതിന്റെ ഒരു ഭാഗമാണ്. അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ് ആണെങ്കിൽ പറയണം, ഞാൻ ചിരിക്കാം. വളരെ ഓർത്തഡോക്സ് ആണ് നമ്മുടെ ആളുകൾ, റൈറ്റ്? ഒരുമിച്ച് താമസിച്ചു എന്ന് കേട്ട ഉടനെ ലോകം ഇടിഞ്ഞു വീണു എന്ന് അവരങ്ങ് തീരുമാനിച്ചു. എന്നാൽ സ്വന്തം സ്വപ്നങ്ങൾ മാത്രം യാഥാർത്ഥ്യമാകണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം. ആരാ ഇപ്പൊ അങ്ങനെ വാശി പിടിച്ചേ? ഈ ഞാൻ തന്നെ. സൗഖ്യമാ? പിന്നെ എങ്ങനെയുണ്ട്? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നീ കാര്യം എന്താണ് തെളിച്ച് പറയടാ. ഞാന് 24/7 കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉറക്കം അങ്ങനെയൊക്കെ വരും. പക്ഷെ നീ ലൈറ്റ് ഓഫ് ആക്കി നിനക്ക് ഉറങ്ങാലോ. കാമഡി കാമഡി. ചെല്ല് ചെല്ല്, എന്തായാലും വരാനുള്ളത് വഴി തങ്ങൊന്നുമില്ലല്ലോ. നിനക്ക് എന്നെ വിശ്വാസമില്ല? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയാന്ന് വിചാരിച്ചാ ഇത് വിടുന്നു. അല്ല, ഇല്ല ഇല്ല ഇല്ല, ലൈറ്റ് വന്നിട്ട് ആ ഓഫ് ആക്കിയാ നിനക്ക് ഉറങ്ങാം. അപ്പൊ രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്ക, കളിക്ക, എല്ലാം ചെയ്യാം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള യാതൊരു സംസാരവും ഇവിടെ പാടില്ലെന്ന്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ, അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ, അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ. ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങുകയല്ല. അവരുടെ ആത്മവിശ്വാസം കൂട്ടാനാണ് രക്ഷിതാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. ബാക്കി എല്ലാവരുമായും മിങ്കിളാകാൻ ശ്രമിക്കുക.
അത് ശരി, അപ്പൊ ഞാൻ ഔട്ടായി. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. സോറി ബിഗ് ബോസ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. രാത്രി 8:30. മഹാദേവ, സത്യത്തില് പ്രേതങ്ങളില്ല അല്ലേ? ഈ 3 പേരുടെ പ്രേതങ്ങളാ. അതിനുശേഷം ഈ കൊട്ടാരത്തിൽ ആരെയും തങ്ങാൻ അനുവദിക്കാത്തത്. ഈ നിഴലിനൊക്കെ ഉറക്കമില്ലേ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങി നടക്കും. അവളെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇപ്പോ അത് ഉറപ്പായി, അവളും പ്രേതമാ. അയ്യോ, നീ കണ്ടത് കണ്ടു, ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് കാണിക്കണേ. ചത്തോ? ഇത് പേ പിടിച്ച பயப்பட வேண்டாம் செம்பகம், பக்கத்துல வா. நீ அப்படியே வந்து ഒരു കിസ് കൂടി. നോക്ക്, അപ്പൊ കുട്ട പേടിച്ചില്ലല്ലോ. എന്താ എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. ഇവനിത് ഓവറാക്കും ഉറപ്പായി. അടുത്തു വരരുത്. അടുത്തു വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ച് കളയും ഞാൻ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണം വിൽക്കാൻ പോകും. നിനക്ക് പേടിയില്ല? അയ്യോ, അങ്ങനെ മാത്രം പറയരുതേ. എനിക്ക് ഭയങ്കര പേടിയാ. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. പോരാ, അത് പോരാ. അയ്യോ, അത് മതി. ഞാൻ പേടിച്ച് തൂറിയതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്.